അപ്പോൾ അതേപോലെ ഇന്നിപ്പം കൊച്ചുങ്ങളെ എച്ചിൽ കഴിപ്പിച്ചു, നാളെ ഒരു സമയത്ത് വെള്ളം കുടിപ്പിക്കുക വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ പോലും ഞങ്ങൾ അറിയത്തില്ലല്ലോ. അത്ര തന്നെ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു പരാതി കൊടുത്താൽ ഇത് MLA യുടെ സ്കൂളാണ്, അതുകൊണ്ട് ഇവിടെ പരാതിയൊന്നും ഇത് അംഗീകരിക്കത്തില്ല, അവർ രാഷ്ട്രീയപരമായിട്ട് അവർ നേരിടും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് റാഗി. ചോറ് ഇന്നുകൊണ്ടിരുന്നപ്പം ചോറ് തറയിൽ വീണപ്പോൾ അത് വാരിക്കൊണ്ട് ഞാൻ കളയുകയും ചെന്നപ്പോൾ അവിടെ ചേച്ചിമാർ എന്നെ പിടിച്ചു നിർത്തി അത് തിമ്മിക്കുകയും ചെയ്ത്. ടീച്ചർമാരെ പേടിച്ചിട്ടാണ് അത് പറയാത്തത്. ചൂരലിനുണ്ട് അവർ പറയുന്നത് അടിച്ചത് എങ്ങനെയാണ് അടിച്ചത് പറഞ്ഞപ്പോൾ കൊച്ചിനെ ബാഗിൽ അടിച്ചതാണ്, അപ്പോൾ തിരിഞ്ഞപ്പോൾ കൊണ്ടതാണ്, നേരെ പള്ളയ്ക്കാണ് കുത്തി. ഇത്രയും വട്ടം ഉണ്ടായിരുന്നു. കട്ടിയുള്ള ഒരു ചൂരലായിരുന്നു അന്ന്, അത് വെച്ചാണ് അടിച്ചത്. ഇത് നടന്നാലും അവർ ഇനി ശ്രദ്ധിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ശ്രദ്ധ അല്പം കൂടാൻ വേണ്ടി ചൈൽഡ് ലൈൻ അടക്കമുള്ള സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. ചിറക്കൽ സ്കൂളിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ശിക്ഷാർഹമാണ്. ഞങ്ങൾ ചെയ്യുന്ന ഈ വാർത്തയിലടക്കം അത്തരം ടാഗ് ലൈനുകൾ ചെയ്താണ് ഞങ്ങൾ ആ വാർത്ത സംരക്ഷണം ചെയ്യാറുള്ളത്. ഇവിടെ കുട്ടികൾക്ക് 2 കുട്ടികൾ 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾക്ക് നേരെയുള്ള ഒരു വലിയ അതിക്രമത്തിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കൽ ചിറക്കര സ്കൂളിലാണ് ഈ ഒരു സംഭവം നടന്നത്. ഈ കുട്ടികളുടെ മാതാപിതാക്കൾ വിദേശത്താണ്. ഈ കുട്ടികൾ ഇപ്പോൾ മാതാവിൻ്റെ ഈ കുട്ടികളുടെ അമ്മുമ്മയുടെ സംരക്ഷണയിലാണ് ഇവിടെ കഴിയുന്നത്. അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് കുട്ടികളുടെ അമ്മുമ്മ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. എന്താണ് ഇവിടെ നടന്ന സംഭവം? ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോൻ കൊച്ചുങ്ങൾ 2 പേരുടെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അവനെ ചൂരൽ കമ്പ് കൊണ്ട് കൊച്ച് വയറ്റിന് കുത്തുകയും പിന്നെ മുറിവേൽക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ അധ്യാപകരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇത് അബദ്ധം സംഭവിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിച്ചു, ഇതിങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ ശിക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ഒരു അടി കൊടുക്കുന്നതൊക്കെ തുടയ്ക്കുക, ഒരു കാലിനൊരു അടി കൊടുത്തൂടെ കുഞ്ഞുങ്ങൾക്ക്, ഇങ്ങനെ കുത്തി പള്ളയ്ക്കും അവിടെ ഇവിടെ മുറിവേൽപ്പിക്കേണ്ട കാര്യം എന്ത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഞങ്ങൾ സംഭവിച്ചു പോയി, പിന്നെ സാറിന് പക്വതയില്ലാത്ത സാറായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞു, ഇനി മേലെ ഇത് ഉണ്ടാവരുത്. അങ്ങനെ ഞങ്ങൾ പരാതി കൊടുക്കുന്നു. അതേ പറഞ്ഞു അത് പരാതി കൊടുക്കാനൊക്കത്തില്ല, നിങ്ങൾ MLA യുടെ സ്കൂളാണ്, അത് നിങ്ങൾക്ക് അങ്ങനെ പരാതി കൊടുക്കാതെ ഞങ്ങളത് ഇടപെട്ട് അത് ക്ലിയർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞങ്ങളെ അതിൽ നിന്ന് പിന്മാറ്റി. ഞങ്ങൾ പിന്നെ അതിനൊന്നിനും പോയില്ല. ഇനി ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടാവരുന്നത് അതിൻ്റെ പേരും പറഞ്ഞ് എൻ്റെ മോനെ സ്കൂൾ വണ്ടിയിൽ കയറ്റാതെ 2-3 തവണ കൊച്ചുങ്ങളെ പിന്നെ വണ്ടിയിൽ കയറ്റാതെ മോനെ വഴി സ്കൂളിൽ ഇരുത്തിയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരക്കുമ്പോൾ കൊച്ചു വണ്ടിയിലില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ് അത് ഞങ്ങൾ ഓർമ്മിച്ചില്ല, മറന്നുപോയി, കൊച്ചിനെ ഓട്ടോയിൽ പറഞ്ഞു വിടാതെ പിന്നെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ബഹളം ഉണ്ടാക്കി അവർ ഓട്ടോയിൽ കയറ്റി കൊച്ചിനെ ഇവിടെ അയക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നിരന്തരം കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെയുള്ള ഓരോരോ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ കൊച്ച് ചോറ് കൊടുത്തു വിട്ടപ്പോൾ ആ കൊച്ചിന് ചോറ് കഴിച്ചു കയറുന്നതിന് ശേഷം തറയിൽ വീണ എച്ചിൽ കുഞ്ഞിനെ കൊണ്ട് തീറ്റിച്ച്. അങ്ങനെ ഞാൻ 9 മണിക്ക് കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സമയത്ത് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു, അമ്മാമ്മ ഇതേ കണക്ക് എന്നെ ബാക്കി വന്ന ചോറ് എച്ചിൽ എന്നെ കഴിപ്പിച്ചു അമ്മാമ്മ, ഇന്നണക്കാണ് സംഭവിച്ചു. ഞാൻ പറഞ്ഞത് എച്ചിലാണ്, തറയിൽ വീണ എച്ചിലാണെന്ന് പറഞ്ഞിട്ട് പോലും അവരത് കേട്ടില്ല, നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഴിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ ചോദിച്ചു, മക്കൾ ടീച്ചറിനോട് പറഞ്ഞില്ലേ? അപ്പോൾ പറഞ്ഞു, ടീച്ചറിനോടൊപ്പം ഞാൻ പറഞ്ഞില്ല അമ്മ, പേടിച്ച് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, എങ്കിൽ ശരി സമാധാനപ്പെടാം അമ്മ, വഴി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നിരന്തരം ഇതേപോലെ ഓരോരോ ഭീഷണികളാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? തള്ളയും തന്തയും അവരിവിടെ ഇല്ല, വിദേശത്താണ്. ഞങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ട് വന്ന കൊച്ചുങ്ങളുടെ ഒരു ഉത്തരവാദിത്വം ഞാൻ ഏൽക്കണ്ടേ, ഏത് കാര്യം വന്നാലും. അങ്ങനെ സംസാരിച്ച് അങ്ങനെ മോള് തന്നെ തള്ള വിളിച്ചപ്പോഴത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ കൊച്ചിനെ എച്ചിൽ കഴിക്കാനാണ് വിടുന്നത്, പഠിപ്പിക്കാനല്ലേ വിടുന്നത്, പിന്നെ എന്തുകൊണ്ട് എൻ്റെ കൊച്ചുങ്ങൾക്ക് ഇങ്ങനെ സംരക്ഷണം ഇല്ലാതെ ഇങ്ങനെ രീതിയിലാക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ എന്നോട് വിളിച്ച് വഴക്ക് പറയുന്നു. അപ്പോൾ ഈ ആദ്യം ഉണ്ടാകുന്ന സംഭവം ഈ 4ാം ക്ലാസ്സുകാരനായ ആൺകുട്ടിയെ വയറിൽ മർദ്ദിച്ച സംഭവമാണ്. മർദ്ദിച്ച് നല്ല പാടായിരുന്നു. ഞങ്ങൾ പിന്നെ അതിൻ്റെ പാട് നല്ല പാടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയി കൊച്ചിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം അത് സംഭവം
സംഭവത്തിൽ എന്ത് ഒത്തുതീർപ്പായോ? അത് ഞങ്ങൾ പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പരാതിയൊന്നും കൊടുക്കണ്ട, ഞങ്ങൾ MLA മുഖാന്തരം അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങൾ PTA അംഗങ്ങളുണ്ട്, അവർ മുഖാന്തരം ടീച്ചർമാരുടെ വിളിച്ച് കൈകാര്യം ചെയ്തോളാം, അത് കുഴപ്പമില്ല, ഞങ്ങൾ ഇനി മേലിൽ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ അങ്ങ് ആക്കി തീർത്തു. പിന്നെ അതിനുശേഷം ചില പ്രവർത്തനം കൊച്ചുങ്ങളെ ശ്രദ്ധിക്കത്തില്ല, വണ്ടിയിൽ വരുമ്പോഴത്തേക്ക് വണ്ടി കയറുന്ന സ്ഥലത്ത് കൊച്ചിനെ നോക്കി അവർ വണ്ടിയിൽ കൊണ്ടുവരത്തില്ല. പിന്നെ കൊച്ചു ഒറ്റയ്ക്ക് ക്ലാസ്സിൽ നിന്ന് വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് കൊച്ച് ഞാൻ വന്നപ്പോൾ കൊച്ചി മോനില്ല. അങ്ങനെ മോൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അയ്യോ ഞങ്ങൾ മറന്നുപോയി എടുക്കാനായിട്ട്, ഇപ്പോൾ ആട്ടോ വിളിച്ച് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് ആട്ടോയിലാണ് പിന്നെ കുഞ്ഞിനെ കൊണ്ടുവന്നത്. അങ്ങനെ 1-2 തവണ അങ്ങനെ വന്നു. എന്നിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടില്ല, എങ്ങും പോയതുമില്ല. പിന്നെ ഇപ്പം ഈ ചോറ് കൊടുത്തപ്പോഴത്തേക്ക് എച്ചിൽ കൊച്ചുങ്ങളെ കഴിപ്പിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആ കയ്യിലൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ ഒരു കാര്യം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞു. ടീച്ചറെ വിളിച്ച് ഞാൻ എൻ്റെ മരുമോളെ വിളിച്ച് പറഞ്ഞു, ഒന്ന് വിളിച്ച് പറയടി സ്കൂളിലോട്ട് ഇങ്ങനെ എച്ചിലാണ് കഴിപ്പിക്കാൻ കൊച്ചുങ്ങളെ. എനിക്ക് സമയമില്ലായിരുന്നു, ഞാൻ കമ്പനിയിൽ പോവുകയാണ് ജോലിക്ക്. അപ്പോഴും കൊച്ചുങ്ങൾ അവർ വിളിച്ച് പറഞ്ഞിട്ട് അവർ പറഞ്ഞു അത് ഞങ്ങൾ ഇനി ശ്രദ്ധിച്ചോളാം. എന്ത് പറയുമ്പോഴും അവർ പറയും ഇനി ശ്രദ്ധിച്ചോളാം. നേരെ മറിച്ച് ആ ടീച്ചറിൻ്റെ ഒരു കുഞ്ഞിനാണ് ഈ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരപ്പോഴേ പ്രതികരിക്കത്തില്ലേ. നമ്മൾ എന്നിട്ടും പ്രശ്നങ്ങൾ വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മൾ പിന്നെ മിണ്ടാതെ ഇരുന്നതിന് ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വയ്ക്കുകയാണ്. അപ്പം ആ ഒരു പ്രശ്നം 1.5 മാസത്തിന് മുമ്പ് ഈ കുഞ്ഞിനെ അടിച്ചതും അത് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മൾ അന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവർ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാവത്തില്ലായിരുന്നു. അപ്പോൾ അടിക്കടി ശ്രദ്ധക്കുറവുള്ള കൊല്ലം ജില്ലയിലെ കല്ലുവാതക്കൽ ചിറക്കര സ്കൂളിന് എതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ കുട്ടികളുടെ 4ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 കുട്ടികൾ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയെ ആദ്യം വയറിൽ മർദ്ദിച്ചതായാണ് ആദ്യം പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഇവർ പരാതിയുമായി എത്തിയതിൻ്റെ പേരിൽ പിന്നെ ആ പെൺകുട്ടിക്കും ഈ ആൺകുട്ടിക്കും തുടരെയായി ഈ സ്കൂളിൽ നിന്നുള്ള പല അവഗണനകളും നേരിടുന്നതായാണ് ഇവർ പരാതിയിൽ പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് ആ കുട്ടിയുടെ മാതാവ് വിദേശത്ത് നിന്ന് ഉള്ള ഒരു പ്രതികരണം കാണേണ്ടതുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. നമസ്കാരം, എൻ്റെ പേര് അഞ്ജു എന്നാണ്. ഞാൻ എൻ്റെ ഒരു മകൻ്റെ കാര്യവുമായിട്ടാണ് ഇപ്പോൾ സംസാരിക്കാൻ വന്ന. എൻ്റെ മോൻ GHS ചിറക്കര ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന 4ാം സ്റ്റാൻഡേർഡുകാരനാണ്. എൻ്റെ മോനെ 1.5 മാസത്തിന് മുന്നേ ക്ലാസ് ടീച്ചർ അടിച്ചു എന്നൊരു വിഷയവുമായി സംബന്ധിച്ച് വന്നതാണ്. മോൻ 1.5 മാസത്തിന് മുന്നേ രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകിട്ട് തിരികെ വന്നതും അമ്മ കുളിപ്പിക്കാൻ നോക്കിയപ്പോൾ വയറ്റിൻ്റെ സൈഡിൽ പാട് കണ്ട് മോൻ്റെ കൂടെ തിരക്കിയപ്പോൾ ക്ലാസ് ടീച്ചർ അടിച്ചതാണെന്നും പറഞ്ഞു. അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ടീച്ചർ അടിച്ചതാണെന്ന് ടീച്ചർ പറയുകയും ഞങ്ങളത് ഇങ്ങനെയാണോ മർദ്ദിക്കേണ്ടത് എന്നും ഞങ്ങൾ മറ്റുള്ളവരോട് അന്വേഷിച്ച് തിരക്കിയപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വന്നതാണ്, മിസ്റ്റേക്കാണ് എന്ന് പറഞ്ഞു. അത് അടിച്ചത് വയറ്റിലായിരുന്നു അടി കൊണ്ടതും. അതിനെ ചൊല്ലി മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ സ്കൂളിലുള്ള അധികാരികൾ തന്നെ വന്നു മോനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അത് പ്രശ്നങ്ങൾ സംസാരിച്ച് സോൾവ് ആവുകയും അവരെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ്, ഇനി അങ്ങനെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഇത് വരത്തില്ല എന്ന് പറഞ്ഞ് വിഷയങ്ങൾ സോൾവ് ആക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും മോനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സ്കൂൾ ബസ്സിൽ കയറ്റാതെ മോളെ മാത്രം കൊണ്ടുവന്ന് വീട്ടിലാക്കുകയും മോൻ സ്കൂളിൽ അരമണിക്കൂറോളം സ്കൂളിൽ നിൽക്കുകയും വെയിറ്റ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം മോനെ ഓട്ടോയിൽ കയറ്റിയാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്. അതേ കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ഒരു വിഷയങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മെനഞ്ഞാന്ന് എൻ്റെ മോളെ വേസ്റ്റ് ചോറ്, മോൾ 1ാം സ്റ്റാൻഡേർഡാണ് പഠിക്കുന്നത്, റാഗിങ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് റാഗിങ് വേസ്റ്റ് ചോറ് തീറ്റിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചോറ് കഴിച്ച് ബാലൻസ് വന്ന ചോറ് മോള് തറയെ വീണ ചോറും കൂടെ വാരി അതിൻ്റെ അകത്ത് ഇട്ടിരുന്നു. അത് കൊണ്ടുവന്ന് വേസ്റ്റ് തട്ടാൻ പോയാൽ അവിടെ നിർത്തിയിട്ട് ഇത് തട്ടാൻ പറ്റില്ല, ഇത് ഫുള്ളും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞ് വയറ് വീത്തു വേസ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ അത് വേസ്റ്റ് വീണ്ടും അത് കേൾക്കാതെ അവർ കൊച്ചിനെ കൊണ്ട് വീണ്ടും വേസ്റ്റ് തീറ്റിപ്പിക്കുകയായിരുന്നു. എന്തൊക്കെയായാലും നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അത് MLAയ്ക്കും മന്ത്രിക്കും ഒന്നും വേണ്ടിയിട്ട് മാറി നിൽക്കുന്ന നിയമങ്ങളല്ല. ഇവിടെ ഈ കുട്ടികൾക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിൽ അവർ എടുത്തു പറയുന്നത് MLAയുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളാണ്. അതുകൊണ്ട് ഈ സ്കൂളിനെതിരായുള്ള നടപടികളൊന്നും അത്ര സുഖകരമായും എളുപ്പത്തിൽ നടക്കില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്, അല്ലേ? അത്ര തന്നെ. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ ഒരു പരാതി കൊടുത്താൽ ഇത് MLAയുടെ സ്കൂളാണ്, അതുകൊണ്ട് ഇവിടെ പരാതിയൊന്നും ഇത് അംഗീകരിക്കത്തില്ല, അവർ രാഷ്ട്രീയപരമായിട്ട് അവർ നേരിടും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു യാതൊരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാര്യം ഇതേപോലെ 1-2 പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഈ ടീച്ചർ ഇത് ശ്രദ്ധയിൽ പെടുക്കുകയാണ് ഈ കൊച്ചുങ്ങളെ ഇതിന്. എന്നാലും നമ്മൾ ആദ്യത്തെ പരാതി പറഞ്ഞ അവർക്ക് വലിയ പക്വതയില്ല എന്നാണ് HM പറഞ്ഞതായിട്ട് ഞങ്ങളെ അറിവ്. 1.5 മാസങ്ങൾക്ക് മുമ്പ് മോനെ അടിച്ചത് ബിനി ടീച്ചറാണ്.
അപ്പോൾ നമ്മൾ പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞ് അവർക്ക് പക്വതയില്ല എന്നാണ് അവർ പറയുന്നത്. അവർക്ക് ലാവിൻ്റെ വീട്ടിലുള്ളതാണ് അവർ അടിച്ചതെന്ന് വെച്ചാൽ ചൂരലിനുണ്ട്. അവർ പറയുന്നത് അടിച്ചത് എങ്ങനെയാണ് അടിച്ചതെന്ന് പറഞ്ഞപ്പോൾ കൊച്ചിനെ ബാഗിൽ അടിച്ചതാണ്. അപ്പോൾ തിരിഞ്ഞപ്പോൾ കൊണ്ടതാണ്, നേരെ പള്ളയ്ക്കാണ് കുത്തി. ഇത്രയും വട്ടം ഉണ്ടായിരുന്നു. വലിയ കമ്പായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ മോനെ ഇതേപോലെ കുത്തിയും പള്ളയിൽ കുത്തിയും ചെയ്തപ്പോഴത്തേക്ക് കൊച്ചിന് അന്ന് ബിനി ടീച്ചർ ഉപദ്രവിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അന്ന് കൊച്ചി ഇതേപോലെ വന്ന് പരാതി പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ കൊച്ചിന് വയറ്റുവേദന വന്ന് കൊച്ചിനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ബിനു എന്ന് പറഞ്ഞ ആൾ ഇവിടെ വന്ന് ഇടപെട്ട് നിങ്ങൾ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകണ്ട, അവർക്ക് ബദലായ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കൊണ്ടുപോയി കൊച്ചിനെ ചികിത്സ നടത്തുകയും മരുന്ന് മേടിച്ച് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. അതിനെ തുടർന്ന് അന്നത്തെ ദിവസത്തെ ചിലവല്ല അവരിടപെട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ്ട, നിങ്ങൾ വേറെ എങ്ങും കൊണ്ടുപോകണ്ട, നമുക്ക് വേറെ ആശുപത്രി കൊണ്ടുപോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അന്നത്തെ ദിവസത്തെ പൈസയല്ല അവരത് എടുക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്. കൊച്ചുങ്ങൾക്ക് വലിയ നിരാശയാണ് ഇത്. കാരണം വലിയ ബുദ്ധിമുട്ടാണ്, സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉണ്ട്. ഇങ്ങനെയുള്ള തുടർന്നുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ അനുഭവം ഉണ്ടാവുന്നത്. അപ്പോഴും വീട്ടിൽ വന്ന് നമ്മൾ പരാതി പറയുമ്പോഴത്തേക്ക് പിള്ളേർ തന്നെ അവരുടെ അമ്മയോട് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൽ പരാതി നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങളന്ന് പരാതി നൽകാതിരുന്നത്? പരാതി കൊടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം പോവാനായിട്ട്, തള്ള ഇവിടെ ഇല്ല. പിന്നെ വലിയൊരു വിഷയത്തിലോട്ട് പോവണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ പോവാതിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് പാടൊന്നുമില്ല പോവാനായിട്ട്. ഏതായാലും ഈ ഒരു വാർത്തയോടൊപ്പം തന്നെ ഞങ്ങൾ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അറിയിക്കേണ്ട. ഇവരൊരു സാധാരണക്കാരിയാണ്. ഇവർ ഇവിടെ സമീപത്തുള്ള എവിടെയാ ജോലി ചെയ്യുന്നത്? കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇത്തരം സംഭവങ്ങൾ അവരുടെ വീട്ടിലുണ്ടായാൽ ഒരു പക്ഷേ എങ്ങനെയാണ് പരാതിപ്പെടേണ്ടത്, അല്ലെങ്കിൽ ഒരു പരാതി കൊടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വാർത്തയിൽ തന്നെ ഞങ്ങൾ എങ്ങനെ ഏത് നമ്പറിൽ വിളിച്ച് പരാതിപ്പെടാമെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായി, നിങ്ങൾ പരാതിപ്പെട്ടില്ല, ഈ കുട്ടികൾ കൂടുതൽ മാനസിക സംഘർഷത്തിലോട്ട് വരുന്നത് കൊണ്ട് നിങ്ങളൊരു പരാതിയുമായി മുമ്പോട്ട് പോകാൻ ഒരുങ്ങുകയാണ് അല്ലേ? മുമ്പോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. എങ്കിലും പിന്നെ പരാതി കൊടുക്കുന്നുണ്ട്. ഇവർ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അവർ കൊച്ചുങ്ങളെ നിർത്തിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞ് ഒരുപാട് കുട്ടികളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. അതേപോലെ ഒരേ ആവർത്തികളും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ഇനി അങ്ങനെ സംഭവിക്കത്തില്ല. ഇതിന് വലുത് സംഭവിച്ചു. ഓരോ കോളേജിലും വലിയ വലിയ സ്കൂളുകളിലും എല്ലാം നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവർ അറിയുന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ ഇന്നിപ്പം കൊച്ചുങ്ങളെ എച്ചിൽ കഴിപ്പിച്ചു, നാളെ ഒരു സമയത്ത് വെള്ളം കുടിപ്പിക്കുക, വേറെ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്താൽ പോലും ഞങ്ങൾ അറിയത്തില്ലല്ലോ. ആ രീതിയിലായി എത്തിത്തീർന്നില്ല. ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വരുന്നില്ല ഓരോരോ കാര്യങ്ങൾ. അപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് ഞങ്ങളൊന്ന് അവരുടെ പ്രതികരണം എടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ മോൻ 4ാം ക്ലാസ് പഠിക്കണം അല്ലേ? എന്താണ് മോൻ ഉണ്ടായ അനുഭവം? അന്ന് ഒരു ദിവസം ടീച്ചർ ബുക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞ്, ക്ലാസ് ടീച്ചർ ഇല്ലായിരുന്നു. അപ്പം ബുക്ക് എടുക്കാത്തിരി താമസിച്ചായിരുന്നു. അപ്പം എല്ലാവർക്കും അടി കിട്ടി. അപ്പം ടീച്ചറിൻ്റെ കമ്പ് എന്നെ അടിക്കാൻ വന്നപ്പം ഫസ്റ്റ് ബാഗിൽ കൊണ്ടപ്പോൾ സെക്കൻഡ് അടിക്കാൻ വന്നപ്പോൾ വയറ്റിൽ കൊണ്ട്. അങ്ങനെ പിന്നെ വീട്ടിൽ വന്നപ്പോൾ വയറുവേദനയായി ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിച്ച്. വീട്ടിലെത്തിയ ഉടൻ ഇവിടെ അമ്മൂമ്മയെ കാണിച്ചിരുന്നോ ഈ പാട്? ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് കാണിക്കാതിരുന്നത്? ഭയന്നിട്ടാണോ കാണിക്കാതിരുന്നത്? അടി കിട്ടിയെന്നുള്ള പേടിച്ചിട്ട് കാണിക്കാതിരുന്നല്ലേ? ഈ സ്കൂളിൽ പതിവായിട്ട് കുട്ടികളെയൊക്കെ അടിക്കാറുണ്ടോ? നിങ്ങളെയൊക്കെ അടിക്കാറുണ്ടോ? നിങ്ങളെയൊക്കെ അടിക്കാറുണ്ടോ? അധ്യാപകർ അടിക്കാറുണ്ടോ? ചൂരൽ ഉപയോഗിച്ചാണോ അടിക്കുന്നത്? എന്ത് ഉപയോഗിച്ചാണ് അടിക്കുന്നത്? ചൂരൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പ് ഉപയോഗിച്ച് അടിക്കാറുണ്ട്. മറ്റു കുട്ടികളെയൊക്കെ അടിക്കാറുണ്ട്. മോനെ അടിച്ചപ്പോൾ ഈ വയറ്റിൽ ഇത്രയും വലിയ പാട് വരാൻ വേണ്ടിട്ട് എങ്ങനെയാ സംഭവിച്ചത്? കട്ടിയുള്ള ഒരു ചൂരലായിരുന്നു അന്ന്. അത് വെച്ചാണ് അടിച്ചത്. അടിച്ചപ്പോ അടി മാറി വന്ന് കയ്യിൽ കൊള്ളേണ്ടത് വയറിൽ കൊണ്ടു, അങ്ങനെ പാട് വന്നു. എന്നിട്ട് ഇത് എപ്പോഴാ വീട്ടിൽ പറഞ്ഞേ? ഇത് ഒരു 6 മണിയായപ്പോ. അന്നത്തെ ദിവസം തന്നെ അമ്മൂമ്മയോട് പറഞ്ഞോ ഈ അടി കിട്ടിയ പാട്? കാണിച്ചോ? കാണിച്ചു. ഈ ടീച്ചർ ഏത് ടീച്ചറാ അടിച്ചത്? ബിനി ടീച്ചർ. ഏത് വിഷയമാണ്? മലയാളം പഠിപ്പിക്കുന്ന അധ്യാപികയാണ്. ഓക്കെ. മോന്റെ അനിയത്തിയും 1ാം ക്ലാസ്സിൽ ആ സ്കൂളിൽ തന്നെയാണല്ലോ പഠിക്കുന്നത്. ഈ സംഭവത്തിന് ശേഷം പിന്നീട് സ്കൂളിൽ എന്താ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സംഭവത്തിന് ശേഷം ബസ് കയറ്റിയില്ല. അങ്ങനെ കുറെ തവണയായി. ഒരു ദിവസം ഒരു ബസ് കയറ്റാതെ ഒരു വൈരാഗ്യ നടപടി പോലെ കാണിച്ചു എന്നാണ് മോൻ പറയുന്നത്. മോനെ മനപ്പൂർവ്വം ബസ് കയറ്റിയില്ല. പിന്നെ ബസ് കയറ്റാതെ പിന്നെ മോൻ എങ്ങനെ വീട്ടിൽ എത്തി? ഓട്ടോയിൽ വന്നു. അത് എത്ര ദിവസം അങ്ങനെ ഉണ്ടായി? ഒരു ദിവസമാണോ അതിലധികം ദിവസം ഉണ്ടായോ?
ഒരു 4 ദിവസം അങ്ങനെ ഉണ്ടായി. 4 ദിവസത്തോളം ഉണ്ടായി. ആ ഓക്കെ. ഈ 4ാം ക്ലാസ്സുകാരൻ്റെ അനിയത്തി അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ആ കുട്ടിക്കും ചില ദുരനുഭവങ്ങൾ പറയാനുണ്ട്. ഇത് കൃത്യമായിട്ട് ചൈൽഡ് ലൈനിന്റെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വാർത്ത സംരക്ഷണം ചെയ്യുന്നത്. മോക്ക് എന്ത് പ്രശ്നമാണ് അവിടെ ഉണ്ടായ സ്കൂളിൽ? ചോറ് ഇന്നുകൊണ്ടിരുന്നപ്പം ചോറ് തറയിൽ വീണപ്പോൾ അത് വാരിക്കൊണ്ട് ഞാൻ കളയാൻ ചെന്നപ്പോൾ അവിടെ ചേച്ചിമാർ എന്നെ പിടിച്ചു നിർത്തി അത് തിമ്മിക്കുകയും ചെയ്ത്. ടീച്ചർമാരെ പേടിച്ചിട്ടാണ് ഞാൻ പറയാത്തത്. ശേഷം അമ്മാമ്മയുടെ ഇവിടെ ഒന്ന് പറഞ്ഞതാണ്. ഓക്കെ. ഇത് ടീച്ചർമാരോട് പറഞ്ഞില്ലായിരുന്നോ ഇങ്ങനെ സംഭവം നടന്നു എന്ന്? ഇല്ല. ഇത് സ്കൂളിൽ അറിയിച്ചായിരുന്നോ ഈ വിഷയം? പിന്നീട് പിറ്റേന്ന് ഞങ്ങൾ അറിയിച്ചായിരുന്നു. സ്കൂളിൽ പറഞ്ഞ് അത് ഇനി ശ്രദ്ധിച്ചോളാന്ന് പറഞ്ഞു. കുട്ടികളുടെ ബന്ധുവായ ഒരാൾ നമ്മൾ പ്രതികരിക്കുന്നുണ്ട്. എന്താണ് ഈ പരാതി, കുട്ടിയെ അടിച്ച പരാതി സ്കൂളിൽ നിന്ന് സംസാരിച്ച് HM എല്ലാം സംസാരിച്ചതാണ്. അവർ സംസാരിച്ച് ഇതിനു മുമ്പും ഇതുപോലെ പരാതി പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കുസൃതിയാണ്, കുരുത്തക്കേടാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. അവന് ഒന്നിനും താല്പര്യമില്ല. ആ രീതിയിലാണ് നമ്മളോട് സംസാരിച്ചത്. അത് കഴിഞ്ഞ് HM വന്ന് നമ്മളോട് പ്രശ്നം ഉണ്ടാക്കല് ഇനി ശ്രദ്ധിച്ചോളാം എന്ന് ഉറപ്പ് വന്നതാണ്. ഈ വേസ്റ്റ് കഴിപ്പിച്ച കേസും അവർ ശ്രദ്ധിച്ചോളാമെന്ന് പറയുന്നു. പിന്നെ അതിനിടയ്ക്ക് കൊച്ചിനെ സ്കൂളിൽ ബസ്സേ കയറ്റാതെ വിട്ടിട്ട് ഓട്ടോയിൽ പോയി വിളിക്കേണ്ട സാഹചര്യങ്ങൾ വരെ വരേണ്ടി വന്നിട്ടുണ്ട്. എപ്പോൾ പരാതി പറഞ്ഞാലും അവർ ശ്രദ്ധിക്കാമെന്ന് പറയുന്നതല്ലാതെ അതിനിടയ്ക്ക് ഒരു ഇതില്ല. അപ്പോൾ ഈ വിഷയത്തിൽ പരാതി കൊടുക്കാൻ ഒരുപാട് വൈകി എന്നൊരു ആരോപണം ഉണ്ടല്ലോ. എന്താണ് അത് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പരാതിയുമായി നിരന്തരം ഒരു പ്രശ്നങ്ങൾ പരാതി പറയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പരാതി കൊടുക്കണ്ട, പേഴ്സണലായിട്ട് പറഞ്ഞ് തീർക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു പരാതിയിലോട്ട് നമ്മൾ അതെ പരാതി കൊടുക്കാൻ. ഇനിയൊരു കുട്ടിക്ക് അങ്ങനെ ഒരു വേസ്റ്റ് തിന്നേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, ആ ഒരു ഇതിലൊരു ഇത് നടന്നാലും അവർ ഇനി ശ്രദ്ധിക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരുടെ ശ്രദ്ധ അല്പം കൂടാൻ വേണ്ടി ചൈൽഡ് ലൈൻ അടക്കമുള്ള സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. ചിറക്കൽ സ്കൂളിലേക്ക് എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്.